അരമണിക്കൂറിനകം തന്നെ പി വി അൻവർ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുകയും ചെയ്യും. അൻവറിനൊപ്പം അറസ്റ്റിലായ 4 പേരും ഒപ്പം കൂടെയുണ്ട്. അൻവറിനൊപ്പം തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. സുധീർ പുന്നപ്പല, മുസ്തഫ പട്ടാമ്പി, ഷൗക്കത്ത് പനമരം, കുഞ്ഞി മുഹമ്മദ് എന്നീ 4 DMK പ്രവർത്തകരാണ് പി വി അൻവറിനൊപ്പം നിലമ്പൂർ DF ഓഫീസിൽ കയറി അതിക്രമം നടത്തിയ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ആ 4 പേരെയും ഇപ്പോൾ ഈ വൈദ്യപരിശോധനയ്ക്ക് അൻവറിനൊപ്പം ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറ്റിപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണത്. അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്യും. പി വി അൻവറിനൊപ്പം മറ്റ് 4 പ്രവർത്തകരെയും പരിശോധന പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി കുറ്റിപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ എത്തിച്ച് പി വി അൻവർ MLAയുടെ പരിശോധനയ്ക്ക് വേണ്ടി പി വി അൻവർ MLA അവിടെ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. പോലീസ് അവിടെയുള്ള ഡോക്ടർമാർ പി വി അൻവറിനെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. അൻവർ MLAയുടെ പരിശോധന ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഒപ്പമുള്ള മറ്റ് 4 പ്രതികളുടെ കൂടി പരിശോധന പൂർത്തിയാക്കിയ ശേഷം പി വി അൻവറിനെ അവിടെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കും. അവിടെ നമ്മുടെ സാനിയ കൂടി തവനൂർ സെൻട്രൽ ജയിലിലുണ്ട്. തീർച്ചയായിട്ടും കുറ്റിപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പി വി അൻവറിനെയും ഒപ്പം റിമാൻഡ് ചെയ്യപ്പെട്ട 4 DMK പ്രവർത്തകരെയും വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ പരിശോധന പൂർത്തിയായാൽ ഉടൻ തന്നെ അദ്ദേഹത്തെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. കുറ്റിപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പി വി അൻവറിനെ എത്തിച്ച ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ തവനൂരിലേക്ക് പി വി അൻവറിനെ എത്തിക്കും. പി വി അൻവറിനൊപ്പം 4 DMK പ്രവർത്തകരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട പി വി അൻവർ ഏതായാലും ജാമ്യാപേക്ഷ നൽകിക്കൊണ്ട് തുടർ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. DF ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ DF ഓഫീസ് ആക്രമിച്ച കേസിലാണ് പി വി അൻവറിനെ 1ാം പ്രതിയാക്കിക്കൊണ്ട് പോലീസ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് PDPP ആക്ട് പ്രകാരം അടക്കം കേസെടുത്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്യപ്പെട്ട പി വി അൻവർ 14 ദിവസത്തേക്ക് ഇനി തവനൂർ സെൻട്രൽ ജയിലിൽ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് അടക്കം വരും മണിക്കൂറുകളിൽ ഏറെ നിർണായകമാണ്. ഏതായാലും ഇപ്പോൾ കുറ്റിപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പി വി അൻവറിനെ എത്തിച്ചിരിക്കുന്നു. അൻവറിനൊപ്പം റിമാൻഡ് ചെയ്യപ്പെട്ട 4 പേരെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയിരിക്കുന്നു. ഇതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഇവരെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കും. സാനിയോ മനോമിയുണ്ട് തവനൂരിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി. സാനിയോ, കുറ്റിപ്പുറത്തെ പരിശോധനകൾ പൂർത്തിയാക്കിയാൽ അല്പസമയത്തിനകം തന്നെ ഇവർ തവനൂരിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ എത്ര സമയമെടുക്കും ഇനി കുറ്റിപ്പുറത്ത് നിന്നും തവനൂരിലേക്ക് എത്താൻ? അതായത് തുളസി, കുറ്റിപ്പുറത്തു നിന്നും തവനൂരിലേക്ക് ഒരു 15 മിനിറ്റ് എടുത്താൽ തന്നെയും ഇപ്പോൾ പി വി അൻവറിന്റെ പരിശോധന മാത്രമേ പൂർത്തിയാകാനുള്ള സമയം ആയിട്ടുള്ളൂ. ഇനി 4 പേരുടെ കൂടി പരിശോധന പൂർത്തിയാകാനുണ്ട്. അത് ആ പരിശോധനകൾ കൂടി പൂർത്തിയാകുമ്പോഴേക്കും ഒരു 15 മിനിറ്റ് എടുക്കും. ശേഷം കുറ്റിപ്പുറത്തു നിന്നും തവനൂരിലേക്ക് എത്താൻ വീണ്ടും ഒരു 15 മിനിറ്റ്. ഏതായാലും അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ അദ്ദേഹം തവനൂർ ജയിലിലേക്ക്, സെൻട്രൽ ജയിലിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനാകുന്നത്. ഇവിടെ ഇപ്പോൾ പോലീസ് മറ്റ് സുരക്ഷാ സന്നാഹങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. സാധാരണ ജയിലിലുള്ള ഒരു സാധാരണ സുരക്ഷാ സന്നാഹം മാത്രമേ ഇവിടെ ഒരുക്കിയിട്ടുള്ളൂ. മാത്രമല്ല DMK പ്രവർത്തകരാരും ഇവിടെ എത്തുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. ഏതായാലും അരമണിക്കൂർ കൂടി കഴിയണം പി വി അൻവർ MLA ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം വളരെ കുറച്ച് സമയം മാത്രമേ ഒരുപക്ഷെ ജയിലിൽ കഴിയേണ്ടി വരികയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നേരം പുലരുന്നതോട് തന്നെ അദ്ദേഹം ജാമ്യ ഹർജി കൊടുക്കും. കോടതിയിൽ ജാമ്യത്തിനായി അപേക്ഷ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അതിനുശേഷം സ്വാഭാവികമായും ജാമ്യം കിട്ടാതിരിക്കേണ്ട കാര്യമില്ല. ജാമ്യം കിട്ടാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചു സമയം മാത്രമേ ജയിലിൽ കഴിയേണ്ടതുള്ളൂ എന്നാണ് മനസ്സിലാക്കാനാകുന്നത്.